സാർ, ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടായിരുന്നു മാധ്യമങ്ങളുടെ ഒരു വിഷയം എന്ന് പറയുന്നത്. അത് മാറി ഇപ്പൊ അൻവർ വന്നു. അൻവർ മുഖ്യമന്ത്രിയെ കണ്ടതോടുകൂടി അൻവാർ അവസാനിച്ചു. മുഖ്യമന്ത്രിയെ കണ്ടതോടുകൂടി അൻവാർ അവസാനിച്ചു. അപ്പൊ നമ്മുടെ ഏഷ്യാനെറ്റിൽ അത് പറഞ്ഞോണ്ട് പറയാം, ഏഷ്യാനെറ്റിൽ നമ്മുടെ അനൂപ് ബാലേന്ദ്രൻ ഉണ്ടല്ലോ, അയാളാണെങ്കിൽ ഒരു പാമ്പ് ആ സമയത്ത് ഒരു ഇതിൽ കയറിയിരുന്നു, മരത്തിന്റെ മണ്ടയിൽ. ആ പാമ്പിനെ പിടിക്കാനായിട്ട് ഒരു പാമ്പാട്ടി കയറി പാമ്പിനെ പിടിച്ച് താഴെ ഇറക്കുന്ന കൂട്ടത്തിൽ അനൂപ് ബാലേന്ദ്രൻ പറഞ്ഞു, ആദ്യമൊക്കെ വലിയ ശൗര്യമൊക്കെ കാണിച്ചെങ്കിലും മുഖ്യമന്ത്രിയെ കണ്ട അൻവറിനെ പോലെ പാമ്പ് താഴെ ഇറങ്ങി വരുന്നുണ്ടെന്ന് ചുമ്മാ കമന്ററി പറഞ്ഞു. അതിനുശേഷം ഇയാൾക്ക് തെറി ഷമീർ ടി പി എന്ന് പറയുന്ന ഒരു വ്യക്തി അയാൾക്ക് അതിനെ പോസ്റ്റ് ഇട്ടിരിക്കുക, നിനക്കും കിട്ടും നിന്റെ തന്തയ്ക്കും കിട്ടുമെന്ന് അടി. അതെ, അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു. അപ്പോ ആ വിഷയം അങ്ങനെ കെട്ടടങ്ങിയ ശേഷം അതിന്റെ ചുവട് പിടിച്ച് ഇപ്പൊ ADGP അജിത് കുമാറിന്റെ വിഷയം വന്നിരിക്കുകയാണ്. ADGP അജിത് കുമാർ RSSന്റെ നേതാവായിട്ടുള്ള ദത്താത്രേയ ഹൊസബളയെ കണ്ടു എന്ന് പറഞ്ഞ് പ്രകമ്പനം കൊള്ളുകയാണ് പല ആൾക്കാരും, പ്രത്യേകിച്ച് മീഡിയ പിന്നെ പറയണ്ടല്ലോ വലിയ രീതിയിൽ. കാരണം ഇവർ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSSൽ അല്ല കേരള പോലീസിൽ RSSന്റെ സാന്നിധ്യം ADGP ലെവൽ വരെ എത്തിയിരിക്കുന്നു. എന്തിനാണ് ADGP RSSകാരനായിട്ടുള്ള ദത്താത്രേയ ഹൊസബളയെ കണ്ടത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. എന്തിനായിരിക്കും? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇനി വിറ്റോന്നല്ല, അടുത്ത കാലം കൊണ്ട് കേരള പോലീസിൽ എന്താണ് നീല വെളിച്ചം എന്നൊക്കെ SDFIന്റെ സാന്നിധ്യം. ഇനി ഇപ്പോഴത്തെ DGP ദർവേഷ് സാഹിബ് മുസ്ലിം ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിസ്റ്റ് വൽക്കരണം എന്ന് പറഞ്ഞ പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പോലീസുകാർ പാവങ്ങൾ എന്ത് ചെയ്യും? ഇവര് ഏതെങ്കിലും ഇന്ത്യയിലാകുമ്പോ ഏതെങ്കിലും സമുദായത്തിൽ ജനിച്ചല്ലേ പറ്റുള്ളൂ. എന്ത് കഷ്ടം നോക്കള്. ദർവേഷ് സാഹിബിന് അങ്ങനെ ഒരു ബന്ധമില്ല, ഓരോരുത്തർ പറഞ്ഞ് വിട്ടേക്കാണ്. അപ്പൊ പറഞ്ഞു വന്നത് വെച്ചാൽ ഇത് ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള പോലീസ് ഓഫീസറാണ് അദ്ദേഹം. അങ്ങനെ ഇപ്പൊ അത് ഈ വ്യക്തിയല്ല ഞാൻ പറഞ്ഞത്, ആ പോലീസ് ഓഫീസറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇത്തരമായിട്ടുള്ള എല്ലാ വിഭാഗങ്ങളായിട്ട് ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. RSS ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത് വരും, STP ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടി വരും, ജമാഅത്ത് ഇസ്ലാമി ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടി വരും, കോൺഗ്രസുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ CPM ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടി വരും. ഇത് ഈ ഡിസ്കഷൻ പലതും നടക്കുന്നത് നേരിട്ടല്ല. ഒഫീഷ്യൽ ഡിസ്കഷന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാം എഴുതി വെക്കണം. ഞാൻ അത് പറഞ്ഞു, ഈ ട്രാൻസ്ക്രിപ്റ്റ് എവിടെയെങ്കിലൊക്കെ സൂക്ഷിച്ചു അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന രീതിയിലാണ്. ഒരിക്കലും നമുക്കൊരു ലോ ആൻഡ് ഓർഡർ ഈ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ലോ ആൻഡ് ഓർഡർ പലപ്പോഴും ഔട്ട് ഓഫ് ഓർഡർ ആണ്. ഔട്ട് ഓഫ് ഓർഡറിൽ പോയിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് അത് പിന്നെ ഓർഡറിലാക്കി കൊണ്ടുവരികയാണ്. ഇപ്പം വെടിവെപ്പ് പലപ്പോൾ നടക്കുന്നത് എങ്ങനെയാണ്? വെടിവെപ്പ് അങ്ങ് വെച്ചേക്കും, പിന്നെ അത് ഓർഡറാക്കി വരികയാണ്. അങ്ങനെയൊന്നും എനിക്ക് ബത്തേരി അങ്ങനെ പിന്നെ റഹീം ബത്തേരി അതിന്റെ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. കൂത്തുപറമ്പ് വെടിവെപ്പ് ആയിട്ട് അദ്ദേഹം മരിച്ചുപോയി. അല്ല അദ്ദേഹം പെട്ടുപോയി. അദ്ദേഹമാണ് ഈ റിപ്പ ചന്ദ്രനെയൊക്കെ പിടിച്ചത്. പേര് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് കേട്ടിട്ടുണ്ടാവും. ഹീറോ ആയിരുന്നു പോലീസിലെ. അദ്ദേഹം അന്ന് വെടിവെപ്പ് നടത്തിയ ആ സ്ഥലത്തുണ്ടായിരുന്ന ഓഫീസർ. അപ്പൊ ഇത് ഓർഡർ മേടിക്കാതെ വെടിവെപ്പ് അദ്ദേഹത്തിന്റെ സർവീസ് റിട്ടയർഡ് ആകുമ്പോൾ അദ്ദേഹം സസ്പെൻഷനിലാണ് എനിക്ക് തോന്നുന്നു. അങ്ങനെ ചില സന്ദർഭങ്ങൾ ഇതിന്റെ ഒരു പ്രശ്നമായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പം എപ്പോഴും ലോ ആൻഡ് അതുപോലെ തന്നെ ഈ ബോംബെയിൽ അധോലോകത്ത് എങ്ങനെ ഒതുക്കിയത്? സലാസ്കറിന്റെ കണ്ടറിൽ ഒരു ബാച്ച് വന്നു. ആ ബാച്ചിന് സപ്പോർട്ട് ചെയ്യാൻ അന്ന് ഒരു രക്ഷയില്ലാത്ത അവസ്ഥ വന്നു. ഇന്ന് നമ്മൾ ഇന്ത്യ സിനിമയെ കാണുന്നില്ലേ? ഡാൻസ് പാർട്ടി പോവുക, തോക്കിങ്ങനെ കുത്തി വെച്ച് ഡാൻസ് കാണുക, അതിനിടയ്ക്ക് തോക്കെടുത്ത് വെടിവെക്കുക, ഒരു സ്ഥലം ഒഴിപ്പിക്കണ ഗുണ്ട വരിക, ആരെങ്കിലും എതിർത്ത് പറഞ്ഞാൽ വെട്ടിക്കൊന്നിട്ട് റോഡിലോട്ട് അറിയുക. ഇതായിരുന്നു ബോംബെയില്. പിന്നെ ഒരു ഭാര്യയും ഭർത്താവും ഹണിമൂണിന് പോവുകയാണ്, ഭർത്താവിനെ കൊന്നിട്ട് ഭാര്യനെ തട്ടിക്കൊണ്ടു പോവുക. ഇതൊക്കെ നമ്മളിപ്പോ സിനിമ കാണുമ്പോൾ ഇതൊക്കെ നടന്നതാണ്. പിന്നെ ഒരാൾ മുറുക്കാൻ കടയിൽ ചായം കുടിച്ചോണ്ടിരിക്കുകയാണ്, അയാൾ പിന്നെ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറായിരിക്കും, അയാൾ സ്ഥലം മേടിക്കാൻ പരിപാടി ഇട്ടിട്ടുണ്ടാവും, അയാളെ AK-47 CD100 ബൈക്കിന്റെ മുന്നിൽ ഒരുത്തൻ ഓടിക്കും, ഒരുത്തൻ പിന്നെ തിരിഞ്ഞിരിക്കും, AK-47 ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ ഈ ലൈറ്റിൽ നിന്ന് എന്ന ട്രാഫിക് ലൈറ്റിൽ വെടിവെച്ചു കൊല്ലും. ഒരു വിമാന കമ്പനി മുതലാളി വക്കലക്കാരൻ തക്യുദ്ദീൻ വാഹിദിനെ ഡേ ലൈറ്റിൽ വെടിവെച്ചു കൊന്നു. ഇതായിരുന്നു ബോംബെ അധോലോകം. അവസാനം എന്ത് ചെയ്തു? സലാസ്കറിന്റെ കണ്ടറിലുള്ള പോലീസ് ഇവര് തന്നെ ഒരു എതിര് വിവാദത്തിനുണ്ടാക്കി. ഇത് ഇന്റലിജൻസ് ഗ്യാദർ ചെയ്തു. അന്ന് DGP എല്ലാം നല്ല സപ്പോർട്ട് നൽകി. രാഷ്ട്രീയക്കാർക്ക് മതിയായി. ജാബുദ്ദീനെ പിടിക്കലെന്ന് ചില രാഷ്ട്രീയക്കാർക്ക് ഉണ്ടായിരുന്നു. ബാക്കിയൊന്നും അവിടെ ഒതുക്കണമുണ്ടായിരുന്നു ലോക്കൽ. അപ്പം ഒരു മാനയം എന്നൊക്കെ പറഞ്ഞൊരു കക്ഷി ഉണ്ടായി. ഇവനൊക്കെ ഭയങ്കര വയലൻസ് ആയിരുന്നു. അപ്പൊ അതൊക്കെ സിനിമകളായിട്ട് വന്നിട്ടുണ്ട്. എനിക്കൊന്നും ഞാനീ പറഞ്ഞ കക്ഷിയുടെ റോൾ ചെയ്തിരിക്കുന്ന ഇതിലൊരു പ്രശ്നമുള്ള എന്താ പറയുക, ഇപ്പൊ ബോംബെ അധോലോകം എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ താഴെ വരാൻ പോകുന്ന കമന്റ്, താങ്കളൊരു മുസ്ലിം ആയതുകൊണ്ട് കണ്ടോ RSSനെ കൊണ്ട് കെട്ടുന്നത് എവിടെയാണെന്ന് കണ്ടു. അതെന്തെങ്കിലും ആട്ടെ, നമ്മള് ഇതിപ്പോ ഇത് മനസ്സിലാക്കാൻ വേണ്ടി എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പം ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാല് ഈ രീതിയിൽ ഇതിലെ പല ആളുകളായിട്ട് ഡിസ്കസ് ചെയ്തു, ഇന്റലിജൻസ് ഗ്യാദർ ചെയ്തു. ആദ്യം ബോംബാനെ നേരെ വായിക്ക് കൊണ്ടുവരാൻ നോക്കി, പിന്നെ ഷൂട്ട് ഔട്ട് ആയിരുന്നു. ഇപ്പം ബോംബെയിൽ വല്ല പ്രശ്നമുണ്ട്. അല്ല, അങ്ങനെ പറയുമ്പോഴും എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. RSS എന്ന് പറയുന്നത് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു ബാക്കപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയായിട്ട് കേരള പോലീസ് ഒരു മീറ്റപ്പ് ചെയ്യുമ്പോൾ
ആ സംഘടനയുടെ എന്തെങ്കിലും സഹായം അഭ്യർത്ഥിക്കാനായിരിക്കും ഇങ്ങനെയാണ്? അല്ല, പല കാര്യങ്ങളായിരിക്കും. ഒന്നിപ്പോ ആ സംഘടന കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു വിചാരിക്കും. അല്ലെ, RSS സമയം ബേസിക്കലി കലാപം ഉണ്ടാക്കലല്ലോ RSSന്റെ ലക്ഷ്യം. അപ്പൊ എന്തോ ഒരു അല്ല, സ്വാഭാവികമായിട്ടും ഇത്തരം സംഘടനകളുടെ ഇപ്പം ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി BJP ആണ്. BJP RSSനോട് ചോദിക്കുക പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കില്ല. ചില തീരുമാനം എടുക്കാൻ നോക്കിയതിന് അനുഭവിക്കുന്നുണ്ട് BJP. അപ്പം അങ്ങനത്തെ ഒരു സംഘടന മാറ്റി പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. കേരളത്തിലെ പ്ലാൻസ് ഒരുപക്ഷെ ദേശീയ തലത്തിൽ ഇപ്പം ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടത് വലിയ കൺസേൺ ഉള്ള സംഘടനയാണ് RSS. ഇത്തരം വിഷയങ്ങളാണ് ചർച്ച ചെയ്യാൻ. RSS ഒരുപക്ഷെ പോലീസിന് കിട്ടാത്ത ഇൻഫർമേഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പൊ കണ്ണൂര് രാഷ്ട്രീയ കൊലപാതകം നിർത്തിയിൽ പ്രധാന പങ്ക് RSSനാണ്. അവിടെ മീഡിയേറ്റർ വന്നു എന്നുള്ളതൊക്കെ ശരിയാണ്. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്തു പോകണ്ടേ? അപ്പൊ ഇത്തരം കാര്യങ്ങൾ, അതുപോലെ SDPI നേതാക്കന്മാർ വന്നു കഴിഞ്ഞാൽ CPM-ന്റെയും ഇവരൊക്കെ തന്നെ വലിയ ജനവിഭാഗങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന സംഘടനകളാണ്. അതിൽ ഏറ്റവും കൂടുതൽ സ്വാധീന ശക്തി ഉള്ളതെന്നാണ് RSS. വേറൊന്നും CPM ആണ്. കോൺഗ്രസിന് അത്ര വലിയ രീതിയിൽ സ്വാധീനം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവിടെ വ്യക്തികൾക്കാണ് സ്വാധീനം. സംഘടന SDPI-ക്കാർക്കുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്കാർക്കുണ്ട്. ഇവരൊക്കെ നമ്മുടെ പോലീസ് ഓഫീസർമാർ ബന്ധപ്പെടുന്നുണ്ടാവും. ഇൻഫർമേഷൻ ഇന്റലിജൻസ് ഗാദറിങ്ങിനും ഒരു ബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ കൂടുതൽ വയലൻസ് ഇല്ലാതെ നിൽക്കാൻ വേണ്ടിയിട്ടും കൽപ്പത്തുകളെ നാബ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ പോലീസ് ബന്ധപ്പെടുന്നത് പുതിയ കാര്യമേ അല്ല. ADGP ലോ ആൻഡ് ഓർഡർ ആണ്, അല്ലാണ്ട് ADGP വിജിലൻസ് അല്ല പോയി കണ്ടത്. ലോ ആൻഡ് ഓർഡർ എന്താ പരിപാടി? ഇതൊക്കെ തന്നെയാണ് പരിപാടി. പിന്നെ അപ്പൊ നിങ്ങൾ ചോദിക്കും അദ്ദേഹം എന്തുകൊണ്ട് സ്വന്തം വണ്ടി എടുത്ത് പോയില്ല? സ്വന്തം വണ്ടി എടുത്ത് പോയാൽ അന്നപ്പോ നമ്മളെ ഈ മീഡിയ പുറത്തായിട്ട് മൊത്തം പിന്നാലെ പോവുകയല്ലേ? അപ്പൊ അത് വലിയ ന്യൂസാണ്. ഇതൊക്കെ ഗോപ്യമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. എങ്ങനെയാണ് നമ്മുടെ ഇവിടെയുള്ള എന്താണ് IS മേഖലയെ പെട്ടുപോയ നേഴ്സുമാരെയൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്? അന്ന് ഡോബൽ കുറച്ചു കാലം അവിടെ ഇല്ലായിരുന്നു. ഡോബൽ അവിടെ പോയിട്ട് അവിടെ ഈ ഇവന്മാര് ഓയിൽ മേടിക്കുന്ന ബിസിനസ്സുകാരുണ്ട്. അത് കുറച്ചൊക്കെ ടൈഗർ സിന്ധാഹ എന്നുള്ള സിനിമ ഉണ്ടാകാൻ മനസ്സിലാവും. ഇങ്ങനെയുള്ള ആളുകൾ വഴി ഇവന്മാരായിട്ട് ഡിസ്കസ് ചെയ്ത് അത് ഒരു നെഗോഷിയേറ്റ് ചെയ്തിട്ടാണ് നമ്മളെ നേഴ്സുമാരൊക്കെ സേഫ് ആയിട്ട് ഇവിടെ എത്തിച്ചത്. പിന്നെ നേഴ്സുമാർ അവിടെ കിടന്ന് മരിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ നേരിട്ടുള്ള ചർച്ചയ്ക്ക് പോകും, ഞങ്ങൾ IS നമുക്ക് നേരിട്ട് ഒഫീഷ്യലി ചർച്ച ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ആളുകളെ രക്ഷപ്പെടുത്തണ്ട അവരുടെ കയ്യിലാണെങ്കിൽ. ഇപ്പൊ മൊസാദുമായിട്ട് ഇവര് ചെയ്യുന്നില്ല. ആര് ഹമാസുമായിട്ട് മൊസാദ് ചർച്ച ചെയ്യുന്നില്ലേ? ഇത് ചർച്ച ചെയ്യുന്നില്ലേ? ഇത് നമ്മൾ നേരിട്ട് പാകിസ്ഥാനുമായിട്ട് ഇപ്പോൾ നമ്മൾ നേരിട്ട് ചർച്ചകൾ ഇല്ലാന്നേ ഉള്ളൂ. ബാക്ക്ടോ നടക്കുന്നുണ്ട്, അതിൽ ഡോബലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ ലൈനിൽ വരാത്തതുകൊണ്ടാണ്. ഇത്തരം കാര്യങ്ങളാണ്. ഇതൊരു വിഷയമേ അല്ല. ഇത് കേരളത്തിൽ RSSുമായിട്ട് ബന്ധപ്പെട്ട എന്തും ടാബു എന്ന രീതിയിൽ ഒരു ഡിസ്കഷൻ. ഓണാഘോഷം പാടില്ല, അത് ഹിന്ദുത്വത്തെ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്, സെക്കുലർ ചിന്തകൾ. ഈ RSS ഉണ്ടായത് എന്ന് ഓണാഘോഷം? RSS 25-ലാണ്ടായത്. ഓണാഘോഷം അതിന്റെ മുമ്പേ ഉണ്ട്. അല്ല, അങ്ങനെ ഒരു വിഷയം വന്നാൽ ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നത് കേരള പോലീസിന് RSSന്റെ ബാക്കപ്പിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം. അല്ല, കേരള പോലീസിന് RSSന്റെ മാത്രമല്ല, ചിലപ്പോൾ നിന്റെ പോലെ ആവശ്യം വരും. കാരണം ഒരു വിഷയത്തിൽ ഇപ്പൊ ഒരു കോളനിയിലെ പ്രശ്നം നടക്കുകയാണ്, നിനക്ക് അവിടെ സ്വാധീനമുണ്ട്. പോലീസിനെക്കാട്ടും നിനക്ക് അത് സമാധാനമായി പരിഹരിക്കാൻ പറ്റും. ഓഫീസർ നിന്നെ വന്ന് കാണും. അപ്പൊ നീ ആയിക്കാളും, നീ കാലിനുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെ നനയപ്പെടുക്കാൻ പറ്റാത്ത സിനിമയിൽ ഇരിക്കുന്ന പോലെ ഇരിക്കും. മനസ്സിലായല്ലോ? അത് കഴിഞ്ഞ് പോലീസ് ഓഫീസർ ചിലപ്പോൾ പണി വരും. അതേരം വേദം അത് വരും. കേരളത്തിൽ നീ എന്താ വിചാരിച്ചത്? കേരളത്തിൽ RSS ഇന്ത്യയിൽ ഏറ്റവും ശക്തമായിട്ടുള്ള RSS ശാഖകളുള്ള സ്ഥലമാണ് കേരളം. ഇനി അല്ലെങ്കിൽ UP കഴിഞ്ഞാൽ രണ്ടാമതെന്ന് വേണമെങ്കിൽ പറയാം. BJP ഇവിടെ വോട്ടിട്ടാത്ത അത് അവന്മാരെ കയ്യിൽ പോണ്ടാ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേക തരത്തിലുള്ള മുന്നണി രാഷ്ട്രീയം കൊണ്ടു RSS കേരളത്തിൽ വളരെ പവർഫുൾ ആണ്. മുക്കിലും മൂലയിലും ഓട്ടോ ഡ്രൈവർമാരെ കൊണ്ട് വന്നതിന്റെ ഈ സാധനമുണ്ട്. ഭയങ്കര ഡിസിപ്ലിൻഡും ആണ്. അപ്പൊ ഇപ്പം കേരളത്തിൽ 2 സംസ്ഥാനമായി തിരിച്ചിരിക്കുക. കേരളത്തിൽ എനിക്ക് തോന്നുന്നു CPM കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംഘടനാ ബലവും സംഘടനാ ശക്തിയും എന്തും ചെയ്യാൻ ശേഷിയുള്ള സംഘടന. ഒരു ഇലക്ഷനിൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കാനുള്ള, ആര് തോൽക്കണമെന്ന് തീരുമാനിക്കാൻ ശേഷിയുള്ള സംഘടന RSS. RSSകാർക്ക് അതിന്റെ വലിപ്പം അറിയില്ലെന്ന് തോന്നുന്നു. കേരളത്തിൽ RSS മുഖ്യമന്ത്രിക്ക് ഈ പുള്ളിക്കാരൻ RSSുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നുള്ള റിപ്പോർട്ട് കിട്ടിയെന്നും മുഖ്യമന്ത്രി ഇദ്ദേഹത്തിന് ആക്ഷൻ എടുത്തില്ലെന്നും മാധ്യമങ്ങൾ ഇപ്പൊ പറയുന്നുണ്ട്. അല്ല, അപ്പൊ മുഖ്യമന്ത്രി പോലും അറിയാതെയാണോ? അല്ല, അതെനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല. അപ്പൊ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി കൊടുത്ത ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയാണ്. ആ ലോ ആൻഡ് ഓർഡർ നിർവഹിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ആളുകളായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടോ? അത് സ്വാഭാവികമാണ്. അല്ലാതെ പാർട്ടിയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആളല്ലല്ലോ ഇദ്ദേഹം ഗവൺമെന്റിന്റെ അണ്ടറിൽ നമ്മളെ സേവ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. നമ്മളെ സേവ് ചെയ്യുന്ന ഓഫീസ്. അപ്പൊ പിണറായി സഖാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഇപ്പം പാർട്ടി സെക്രട്ടറി അല്ല, മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ കേരളത്തിൽ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ചുമതല അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ താഴെയുള്ള ഓഫീസർമാർക്ക് അദ്ദേഹം ഓരോരുത്തർ ആ ചുമതല, ചില ആൾക്ക് ഇന്റലിജൻസ് ഗാദറിംഗിന്റെ ചുമതല കൊടുക്കും, ചില ആളുകൾക്ക് വിജിലൻസിന്റെ കൊടുക്കും, ചില ആളുകൾക്ക് ലോ ആൻഡ് ഓർഡർ കൊടുക്കും. അപ്പൊ ഓരോരുത്തർ ആ ജോലിയാണ് ചെയ്യുന്നത്. അത് ഇന്ന് ആളുകളായിട്ട് ചർച്ച എടുത്തിട്ട് നാളെ കലാപം ഉണ്ടായാൽ എന്ത് ചെയ്യും? ഒരു കലാപം ഉണ്ടെങ്കിൽ അത് നിർത്തണമെങ്കിൽ എന്താ ചെയ്യാൻ പറ്റും? പോലീസ് മാത്രം ഇങ്ങോട്ട് ഒരു കലാപം നിർത്തില്ല. ആ കലാപം തുടങ്ങി വെച്ചോന്ന് തീരുമാനിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും വളരെ പൊളറൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയാണ് കേരളത്തിൽ. അപ്പൊ നിങ്ങൾ RSS ഞങ്ങൾ ചർച്ച ചെയ്യില്ല, SDPI ചർച്ച ചെയ്യില്ല, കലാപം നടന്നോട്ടെന്ന് വിചാരിച്ച പാവങ്ങൾ ഭരിക്കണോ? അപ്പം പല കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ദേശസുര കേരളം വലിയൊരു കോസ്റ്റ് ലാൻഡ് ഉള്ള ഒരു പ്രദേശമാണ്. അപ്പൊ RSSനെ സംബന്ധിച്ചിടത്തോളം RSSന്റെ ഈ പറഞ്ഞ
വ്യാസന്റെ ജാതിയിൽപ്പെട്ട ആളുകൾ, തീവ്ര സമുദായത്തിൽപ്പെട്ട ആളുകൾ അതിശക്തമാണ് RSS. സുരേഷ് ഗോപിയുടെ വിജയത്തിനൊക്കെ അവർക്ക് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ടുള്ള ഇൻഫർമേഷൻ, അതുപോലെ തന്നെ തീര സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയില്ല എന്താ ഡിസ്കസ് ചെയ്തത്. ഒരു കാര്യം പക്ഷേ അത് പേഴ്സണൽ അജണ്ടകളായിരിക്കില്ല. പേഴ്സണൽ അജണ്ട പല ആളുകൾ ഡിസ്കസ് ചെയ്യാൻ നിനക്കും എനിക്കൊക്കെ അറിയാം. അവർ ദുബായിലോ പോയി അല്ലെങ്കിൽ ലണ്ടനിലൊക്കെ പോയി, ആരും അറിയാൻ പോകുന്നില്ലേ? മനസ്സിലായല്ലോ. ഇത് ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഔദ്യോഗികമായിട്ട് ഒഫീഷ്യലായിട്ട് ലോ ആൻഡ് ഓർഡറായിട്ട് ബന്ധപ്പെട്ട വിഷയമായിരിക്കും. ഇങ്ങനെ തന്നെ ഇന്റലിജൻസ് ഗ്യാദർ ചെയ്യുന്ന പോലീസുകാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.